ഹലോ പ്രിയപ്പെട്ടവരെ, നമസ്കാരം. അർജുൻ കായംകുളമാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ ഒരു വാർത്ത കണ്ടിരുന്നു. ലഹരി മാഫിയ പൂട്ടും ADGP മനോജ് എബ്രഹാം. അതായത് ദക്ഷിണേന്ത്യ സംയുക്ത പോലീസ് സേനയെ ഏകോപിപ്പിച്ച് ലഹരി മാഫിയക്കെതിരെ സംയുക്തമായിട്ട് ആക്ഷൻ നടത്തും എന്ന് നമ്മുടെ ADGP മനോജ് എബ്രഹാമിൻ്റെ ഒരു വാർത്താക്കുറിപ്പ് കണ്ടിരുന്നു. നല്ല കാര്യം, സന്തോഷം. അത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതിനോടുകൂടി തന്നെ ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞു പോട്ടെ. നമ്മുടെ ഈ പെരുമ്പാവൂർ പോലുള്ള സ്ഥലങ്ങളിൽ, എറണാകുളം സൈഡ് അങ്ങോട്ട് പെരുമ്പാവൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഈ നിരോധിത പാൻ മസാല ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന അതീവ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ ചന്തയിലൊക്കെ മത്തി വിൽക്കാൻ ഇട്ടേക്കുന്ന പോലെയാണ് ഈ പെരുമ്പാവൂരൊക്കെ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഈ പാൻ മസാലയും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളും വിൽക്കുന്നത്. കേരളത്തിൽ നിരോധിച്ചിട്ടുള്ള എല്ലാ ലഹരി ഉൽപ്പന്നങ്ങളും വടക്കേ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കുന്ന പരിപാടി മത്തി വിൽക്കുന്ന പോലെയാണ് ഈ പോലീസുകാരുടെ കൺമുന്നിൽ നടക്കുന്നത്. അതിന് ഒരു തടയിടണം. അതുപോലെ ഈ ഗ്രാമപ്രദേശങ്ങളിലായാലും സിറ്റികളിലായാലും ചില കടകളിൽ ഹൻസിൻ്റെ കച്ചവടം എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഈ വാതോരാതം ലഹരിക്കെതിരെ എല്ലാവരും പ്രസംഗിക്കുകയൊക്കെ ചെയ്യും എങ്കിലും തന്നെ ഹൻസ് ഉപയോഗിക്കാത്ത ചെറുപ്പക്കാർ കുറവാണ്. പറയാതിരിക്കുന്നതല്ല, ഹൻസ് ഉപയോഗിക്കുന്നുണ്ട്, കൂൾ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം കടകളിൽ വിൽക്കുന്നുമുണ്ട്. പോലീസുകാർ വരെ മേടിച്ച് അത് യൂസ് ചെയ്യുന്നവരുമുണ്ട്, എക്സൈസുകാർ യൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ പലവരും അതിനെതിരെ കണ്ണടയ്ക്കുകയാണ്. ഈ ഹൻസിൽ നിന്നാണ് കുട്ടികൾ തുടങ്ങുന്നത് ഈ ലഹരി ഉപയോഗിക്കാനും. ഹൻസ് അങ്ങനെയുള്ള ചെറിയ ചെറിയ പാൻപരാഗ് അങ്ങനെയുള്ള ചെറിയ ഈ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. പിന്നെ മദ്യം, പിന്നെ മയക്കുമരുന്ന്, MDMA ഇങ്ങനെയൊക്കെ മേലോട്ട് പോകും. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നിരോധിത പാൻ മസാല, നിരോധിത പുകയില ഉൽപ്പന്നങ്ങളെല്ലാം ഇതിനകത്ത് പെടുന്നതാണ്, ഈ ലഹരി ഉൽപ്പന്നങ്ങളിൽ പെടുന്നതാണ്. ഈ പെരുമ്പാവൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഇത് വിൽക്കുന്നത് പോലീസിൻ്റെ കൺമുന്നിൽ മത്തി ചന്തയിൽ വിൽക്കുന്ന പോലെ ഇട്ട് വിൽക്കുകയാണ്. അതിനും ഒരു തട ഉണ്ടാകണം, അതിനുമെതിരെ ആക്ഷൻ ഉണ്ടാകണം, അതും ഇല്ലാതാക്കണം. പൂർണ്ണമായിട്ട് മാറും എന്ന് പറയുന്നില്ല, മാറാൻ പറ്റത്തില്ല. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. എങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അത് മാറ്റിയെടുക്കാം. അപ്പോൾ ഓക്കെ.